നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം മത്സരം ഇന്ത്യ നാണം കെട്ട് തോറ്റതോടെ ക്രിക്കറ്റ് ആരാധകരും ഞെട്ടിയിരിക്കുകയാണ്. 10 വിക്കറ്റിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയോട് മുട്ടുമുടക്കിയത്. പെർത്തിൽ ഗംഭീര ജയം നേടിയ ഇന്ത്യ അഡ്ലൈഡിലും ആ ഒരു വിജയം തുടരുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ 3 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ വമ്പൻ തോൽവി പിങ്ക് ബോൾ ടെസ്റ്റിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. ഇനിയുള്ള 3 മത്സരങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിക്കാൻ ഇന്ത്യക്ക് ഇനിയുള്ള 3 അവസരങ്ങൾ ജയിക്കേണ്ടതായുണ്ട്. അല്ലാത്ത പക്ഷം ഇന്ത്യക്ക് ഫൈനലിലെത്താൻ സാധിക്കില്ല. കഴിഞ്ഞ 2 തവണയും ഓസീസിൽ പരമ്പര നേടിയെടുത്ത ഇന്ത്യക്ക് ഇത്തവണയും ആ നേട്ടം ആവർത്തിക്കേണ്ടതായുണ്ട്. എന്നാൽ ഈ തവണ കാര്യങ്ങൾ ഇന്ത്യക്ക് എളുപ്പമാകില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ടീം കരുത്ത് മോശമല്ല. മികച്ച താരനിരയുള്ള ഇന്ത്യ പെർത്തിൽ ജയിച്ച ഓസീസിനെ വിറപ്പിച്ചതാണ്. 3-ാം ടെസ്റ്റ് നടക്കുന്ന ബ്രിസ്ബെയിനിലും ഇന്ത്യക്ക് ചരിത്ര വിജയം നേടാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ വിജയവഴിയിൽ തിരിച്ചെത്താൻ ഇന്ത്യ 3 പിഴവുകൾ തിരുത്തേണ്ടതായുണ്ട് അത്യാവശ്യമായി. അതെന്തൊക്കെയാണ് ആ പിഴവുകളെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇതിലാദ്യത്തേത് ഇന്ത്യയുടെ നിലവിലെ ഗെയിം പ്ലാൻ തന്നെയാണ്. പക്ഷേ താരങ്ങൾ നിലവാരം കാട്ടാത്തതാണ് പിന്നോട്ട് പോകാനുള്ള ഒരു കാരണം. ഇന്ത്യ യുവതാരങ്ങളായ യശസ്വി ജയ്സ്വാൾ, നിതീഷ് കുമാർ റെഡ്ഡി, ശുഭ്മാൻ ഗിൽ എന്നിവരോട് ആക്രമിച്ചു കളിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ തന്നെ രോഹിത് ശർമ്മ, KL രാഹുൽ, വിരാട് കോഹ്ലി തുടങ്ങിയ സീനിയർ വമ്പൻ താരങ്ങളോട് ആങ്കർ റോളിലും കളിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ യുവതാരങ്ങൾ ഒരു പരിധിവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കുന്നുമുണ്ട്. എന്നാൽ സീനിയർ താരങ്ങൾക്ക് ഇത് സാധിക്കുന്നില്ല. KL രാഹുൽ പെർത്തിൽ ശോഭിച്ചെങ്കിലും പിങ്ക് ബോൾ ടെസ്റ്റിൽ പ്രതീക്ഷിച്ചൊരു മികവ് കാണാൻ സാധിക്കില്ല. വിരാട് കോഹ്ലി പെർത്തിൽ സെഞ്ചുറി നേടിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ പിങ്ക് ബോളിൽ നിലവാരം കാണാനില്ല. 3-ാം ടെസ്റ്റ് ഇന്ത്യ ജയിക്കണമെങ്കിൽ സീനിയർ താരങ്ങൾ മികവ് കാട്ടേണ്ടതുണ്ട്. സാധിക്കാത്ത പക്ഷം 3-ാം ടെസ്റ്റിലും ജയം പ്രയാസമാകും ഇന്ത്യയെ സംബന്ധിച്ച. ഓസീസ് നിരയിൽ ഇന്ത്യക്ക് ഏറ്റവും തലവേദന ഉയർത്തുന്ന താരം ട്രാവിസ് ഹെഡാണ്. കടന്നാക്രമിക്കുന്ന ഹെഡിന് പെട്ടെന്ന് ഇമ്പാക്ട് സൃഷ്ടിക്കാനും സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ ബോളർമാരെ സമ്മർദ്ദത്തിലാക്കാൻ ഹെഡിന് സാധിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഹെഡിനെ പൂട്ടാൻ തന്ത്രമൊരുക്കണം. ഷോർട്ട് ബോൾ കെണിയിൽ വീഴാൻ സാധ്യതയുള്ള താരം കൂടിയാണ് ഹെഡ്. അധികം ക്ഷമ കാട്ടാത്ത ബാറ്റർ എന്ന നിലയിൽ തന്നെ ഇന്ത്യ തുടർച്ചയായി ഷോർട്ട് ബോൾ പന്തെറിയാൻ ഹെഡ് ആക്രമിക്കാൻ തയ്യാറാകുമെന്ന് ഉറപ്പാണ്. ഇത് ഇന്ത്യക്ക് പയറ്റാവുന്ന ഒരു തന്ത്രമാണ്. 2-ാം ടെസ്റ്റിൽ ഇന്ത്യ ഹെഡിനെതിരെ അധികം ഷോർട്ട് ബോളുകൾ ഇറങ്ങിയിട്ടില്ല. ഇത് ഇന്ത്യൻ ബോളർമാർ കാട്ടിയ മന്ത്രത്തരമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് 3-ാം മത്സരത്തിൽ ഇന്ത്യ ആവർത്തിക്കാനും പാടില്ല. ഇന്ത്യക്കായി മികച്ച തുടക്കം നൽകാൻ ജസ്പ്രീത് ബുംറയ്ക്ക് സാധിക്കുന്നുണ്ട്. എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുന്ന ബുംറ മാജിക് ഇന്ത്യക്ക് മുതൽക്കൂട്ടാണെങ്കിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ഇന്ത്യൻ ടീമിൽ വേറെ ആരുമില്ല. ബുംറയോടൊപ്പം മുഹമ്മദ് സിറാജിന് എത്താനുമാകുന്നില്ല. സിറാജിനും ഹർഷിത് റാണയ്ക്കും ന്യൂ ബോളിൽ മികവ് കാട്ടാനാകാത്തത് ഓസീസ് മുതലാക്കുന്നുണ്ട്. മുഹമ്മദ് ഷമിയെ ആ ടീമിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്നും പറയപ്പെടുന്നുണ്ട്. സായിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ തിളങ്ങുന്ന ഷമിയെ ഇന്ത്യ ടെസ്റ്റ് ടീമിലേക്ക് ഉടൻ വിളിക്കണം എന്നും നിർബന്ധമുണ്ട്. ബുംറയോടൊപ്പം നിൽക്കുന്ന ബൗളർ ഇല്ലാതെ ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രയാസം തന്നെയാണ്. എന്നാലും കാത്തിരുന്ന് കാണാം എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന്.